നമ്മൾ എല്ലാവരും നമ്മളുടെ ഫാമിലിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ റിട്ടയർമെന്റ് ടൈം അവർ സേഫ് ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണോ? നിങ്ങളുടെ കുട്ടികൾ ലോകോത്തര നിലവാരമുള്ള ബെസ്റ്റ് സ്കൂളിൽ പഠിച്ച് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴും കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷമായി ജീവിക്കാൻ, സന്തോഷമായി സമയം ചിലവഴിക്കാൻ, സ്വന്തമായി ഒരു വീട് നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഠിനമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ഫാമിലിയിലെ ആരും തന്നെ ഫിനാൻഷ്യലി ഒരിക്കലും സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല എന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴും സ്വന്തമായി എല്ലാ സ്ട്രഗിൾസും അനുഭവിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങളുടെ കുടുംബം വളരെ ഭാഗ്യം ചെയ്ത ഒരു കുടുംബമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പ്രൊട്ടക്ടറായി അല്ലെങ്കിൽ ഒരു സംരക്ഷകനായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും സേഫ് ആക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സമയവും കളഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മുഴുവനായി അധ്വാനിക്കുന്ന ഒരു സംരക്ഷകനായി മാറിയിരിക്കുകയാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എല്ലാവരും നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്താണെന്നും ആ ഉത്തരം എന്താണെന്നും ആ ഉത്തരം നേടിയെടുക്കുന്നതിനായി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മുകളിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. നിങ്ങളുടെ മാതാപിതാക്കളുടെ സംരക്ഷണം, നിങ്ങളുടെ കുട്ടികളുടെ പഠിത്തം, നിങ്ങളുടെ സ്വപ്ന ഭവനം, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബം ഒരിക്കലും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പ്രയത്നിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാവരും സ്വന്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഒരുപക്ഷെ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും? അവർ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ്, പക്ഷേ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇല്ലാതായാൽ നമ്മളുടെ ഫാമിലിനെ എങ്ങനെ സംരക്ഷിക്കുമെന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും റിട്ടയർമെന്റിന് ശേഷം സേഫ് ആയിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുട്ടി അതിനുശേഷവും നല്ല രീതിയിൽ പഠിച്ച് ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് നിങ്ങൾ ഇല്ലാതാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി സന്തോഷമായി ജീവിക്കാനുള്ള ഒരു വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം നിങ്ങൾ ഓൾറെഡി സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതാകുമ്പോൾ ആ ഒരു ഫിനാൻഷ്യലി സ്ട്രഗിൾ ഇല്ലാതെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ജീവനോടെ ഉള്ളപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്നു, ആ പൈസ നിങ്ങളുടെ കുടുംബത്തിനായി വിനിയോഗിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഒന്നും ഇല്ലാതായി തീരുമോ? അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനാകാതെ അവരാരും ഇല്ലാതെ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണോ അവരെത്താൻ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. എപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. പക്ഷെ ആർക്കും ഒന്നും തന്നെ ഒരു അപകടവും ഇല്ലാതിരിക്കട്ടെ. പക്ഷെ ഒരുപക്ഷെ ഉണ്ടായാൽ നമ്മളുടെ കുടുംബത്തിനെ എങ്ങനെ സേഫ് ആയിട്ട് നിലനിർത്താം, അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും സാധാരണ പ്ലാൻ ചെയ്യാറുണ്ട് നമ്മളുടെ കരിയർ, നമ്മളുടെ പഠനം കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തണം, നമ്മളിപ്പോൾ കറണ്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ആ ജോലിയുടെ ഏത് പോസ്റ്റിൽ എത്തണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വെക്കേഷൻ എവിടെ ട്രാവൽ ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഫാമിലി എന്തായിരിക്കും എന്ന കാര്യം ആരും ചിന്തിക്കാറില്ല. അത് എല്ലാവരും ചിന്തിക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഡാർക്ക് ആയിരിക്കും ആ അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ ഓർത്ത് നമ്മൾ ആ കാര്യം അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. വളരെ പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇല്ലാതായാൽ നമ്മളുടെ ഫാമിലിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചിലരെങ്കിലും, എല്ലാവരും അല്ല, പക്ഷെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും എനിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷെ ഞാൻ ഇൻഷുറൻസ് പോളിസി വെറുക്കുന്ന ഒരാളാണ്. അതിന് കാരണം എന്താണോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ആകെ ഉള്ളത് 24 ലൈഫ് ഇൻഷുറൻസ് കമ്പനികളാണ്. പക്ഷേ ഈ 24 കമ്പനികൾ നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമല്ല. അവർ നമുക്ക് ഒരിക്കലും പ്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർ നോർമലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് സേവിംഗ് പ്ലാൻസ്, ULIPs അല്ലെങ്കിൽ പെൻഷൻ പോളിസി. ഇവയൊക്കെയാണ് അവർ നോർമലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാൻസ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അതിലൂടെ മാത്രമേ ആ കമ്പനികൾക്ക്, ആ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൂടുതൽ പണം നേടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ഫാമിലി പൂർണ്ണമായിട്ട് സെക്യൂർ ആകുന്നത് എന്നതിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിനുള്ള ഉത്തരവും ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുള്ള ഉത്തരമാണ് ടേം ഇൻഷുറൻസ്. നമുക്കിനി ടേം ഇൻഷുറൻസിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇയർലി നിങ്ങൾ വെറും 6000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഏകദേശം നമ്മൾ മന്ത്ലി ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെറും ചായക്കും പലഹാരത്തിനും ഉപയോഗിക്കുന്ന അത്രയും പൈസ മാത്രമേ ഇതിനാവുകയുള്ളൂ. ഇയർലി നിങ്ങൾ 6000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടേം ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. വെറും 6000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ലഭിക്കുന്നത് 1 കോടി രൂപയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഇല്ലാതായാലും ഈ ഒരു തുക ഉപയോഗിച്ച് നിങ്ങളുടെ ഫാമിലിക്ക് സുരക്ഷിതമായി ബാക്കിയുള്ള കാലം ജീവിക്കാവുന്നതാണ്. ഈ കാര്യത്തിനെ കുറിച്ച്
കുറിച്ച് നിങ്ങളുടെ ഇൻഷുറൻസ് ഏജന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോളിസി ഏജന്റുമാരോ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം ഇതൊരു പ്യുവർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സാധാരണ നിങ്ങളുടെ ഏജന്റുമാരും അല്ലെങ്കിൽ മറ്റാളുകൾ നിങ്ങളോട് പറയുന്നത് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് അധികമുള്ള പോളിസീസ് ആയിരിക്കും. ആ പോളിസീസ് നിങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ ആ ഒരു ഏജന്റുമാർക്ക് കൂടുതൽ കമ്മീഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നോർമലി ആ ഒരു സാധാരണ ഏജന്റുമാരൊന്നും ഈ ഒരു പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. പക്ഷേ ഈ ഒരു പ്ലാനിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഏകദേശം ഒരു വർഷം 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 കോടി രൂപ വരെ നിങ്ങളുടെ ഫാമിലിക്ക് നേടാൻ ലഭിക്കുന്ന ഒരു നല്ലൊരു പോളിസിയാണിത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പോളിസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചതിന് ശേഷം ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും നിങ്ങളുടെ പാരന്റ്സ് റിട്ടയർമെന്റിന് ശേഷം സന്തോഷമായി ജീവിക്കാനും, നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും നിങ്ങളുടെ കുട്ടി നല്ല സ്കൂളിൽ പഠിച്ച് ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനം നേടാനും, ഒരുപക്ഷെ നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങളുടെ സ്വപ്ന ഭവനം നേടാനും, നിങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാതിരിക്കാനും നല്ലൊരു പോളിസിയാണ് അല്ലെങ്കിൽ നല്ലൊരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പോളിസിയിൽ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എത്ര രൂപയാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, വളരെ തുച്ഛമായ പൈസയാണ്. ഇയർലി ഏകദേശം 6000 രൂപ മാത്രം അടച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടേം ഇൻഷുറൻസിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. വെറും 6000 രൂപ ഇയർലി അടച്ചാൽ, മാസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു തുക മാത്രമേ വരികയുള്ളൂ. വെറും 6000 രൂപ അടച്ച് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇയർലി 6000 അടച്ച് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. പക്ഷെ നമുക്ക് അറിയില്ല, എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്കുണ്ടായി നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഇല്ലാതാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ലംസമായിട്ട് ആ എമൗണ്ട് സ്വീകരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസിലൂടെ നിങ്ങൾക്ക് 1 കോടി രൂപയാണ്, നിങ്ങളുടെ ഫാമിലിക്ക് 1 കോടി രൂപയാണ് ലഭിക്കുന്നത്. അത് ലംസമായി തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു 1 കോടി രൂപയും ടാക്സ് ഫ്രീ ആയിരിക്കും. അതായത് ലംസമായി 1 കോടി രൂപ നിങ്ങളുടെ ഫാമിലിക്ക് ലഭിക്കുന്നു. ടാക്സ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്നൊന്നും പിടിക്കുന്നില്ല. മൊത്തമായി ആ ഒരു തുക നിങ്ങളുടെ ഫാമിലിക്ക് ലഭിച്ച് അവർക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്നു. പിന്നെ ഈ ഒരു ടേം ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ്, ഇതിന് പ്രത്യേകിച്ച് കണ്ടീഷൻസ്, വെറുതെ ആവശ്യമില്ലാത്ത കുറെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ആക്കും. അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ കുറെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ തരും. അങ്ങനെ ഒന്നുമില്ല. നോർമലി ഇയർലി 6000 നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ജോയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതൊരു പ്യുവർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഫാമിലി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം പാഴായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. മനുഷ്യരാണ്, ആർക്കും എന്തും സംഭവിക്കാം. നാളെ എന്താകുമെന്ന് ആർക്കും അറിയില്ല. നമ്മൾ ഇല്ലാത്തപ്പോഴും നമ്മുടെ ഫാമിലി എങ്ങനെ ജീവിക്കുമെന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മളുടെ ഫാമിലിനെ സേഫ് ആക്കാൻ വേണ്ടി വെറും ഇയർലി 6000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 1 കോടി രൂപ റിട്ടേൺ ലഭിക്കുന്ന ഈ ഒരു ടേം ഇൻഷുറൻസിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. നിങ്ങളുടെ കുടുംബത്തിനെ സുരക്ഷിതരാക്കൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.